പിണറായി വിജയൻ സർക്കാരിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അഴിമതി ആരോപണങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ലജ്ജാകരമായ മറുപടി പറയുന്നതിന് ഇപ്പോൾ ഒരു മടിയില്ലാതായിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന കോവിഡ് കാലത്തെ അഴിമതിയെ സംബന്ധിച്ചും പാലക്കാട്ട് ബ്രൂവറി അനുമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചും നിയമസഭയിലും പുറത്തും യാതൊരു ലജ്ജയുമില്ലാതെ അഴിമതിയെ ന്യായീകരിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സ്വീകരിച്ചിരിക്കുന്നത്. CNAG കണ്ടെത്തിയിരിക്കുന്ന കോവിഡ് കാലത്തെ അഴിമതി ഒരു മനസാക്ഷിയുമില്ലാത്ത അഴിമതി നടത്താൻ, അതും ലോകം മുഴുവൻ കോവിഡിനെതിരെ പോരാടുമ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും കോവിഡിനെതിരായിട്ടുള്ള വലിയ ചെറുത്തുനിൽപ്പ് സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത്രയും വലിയ തീവട്ടിക്കൊള്ള PPE കിറ്റിൻ്റെ കാര്യത്തിൽ നാം കണ്ടത്. CNAG റിപ്പോർട്ട് പുറത്തുവിട്ടതിനേക്കാൾ ഭീകരമായിട്ടുള്ള കൊള്ള കോവിഡ് കാലത്ത് സർക്കാർ നടത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും അത് അന്ന് ശക്തമായി ചൂണ്ടിക്കാണിച്ചതുമാണ്. കോവിഡ് കാലത്ത് മരുന്നുകൾ വാങ്ങിയതിൻ്റെ കാര്യത്തിൽ, മറ്റ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് വാങ്ങിയതിൻ്റെ കാര്യത്തിൽ, കോവിഡ് രോഗികളെ ക്വാറന്റൈൻ ചെയ്യിക്കുന്നതിന് വേണ്ടി താൽക്കാലിക ആശുപത്രികൾ സജ്ജീകരിക്കുന്ന കാര്യത്തിൽ, അങ്ങനെ പല വിഷയങ്ങളിലും ആ കാലത്ത് യാതൊരു നിയന്ത്രണവും മാനദണ്ഡവുമില്ലാതെ പണം ചെലവഴിച്ചിട്ടുണ്ട്. വലിയ ധൂർത്ത് കോവിഡ് കാലത്ത് പിണറായി വിജയൻ സർക്കാർ നടത്തി. എന്നാൽ ടീച്ചർ അമ്മയെ മഹത്വവൽക്കരിക്കാൻ വലിയ PR പ്രചരണം ആ കാലത്ത് നടക്കുകയുണ്ടായി. ഏറ്റവും കൂടുതൽ കോവിഡ് പ്രതിരോധം നടക്കുന്ന സംസ്ഥാനമാണ്, നമ്പർ 1 കേരളമാണ് എന്നൊക്കെ. പക്ഷേ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. കോവിഡാനന്തര ചികിത്സയുടെ കാര്യത്തിലും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സംസ്ഥാനവും കേരളമാണ്. പക്ഷേ PR പ്രചരണം കൊണ്ട് ഈ അഴിമതി മറച്ചു വെക്കാനാണ് ആ കാലത്ത് സർക്കാർ ശ്രമിച്ചത്. ഇപ്പോൾ CNAG കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. 3 ഇരട്ടി 300% വർധനവിൽ PPE കിറ്റുകൾ വാങ്ങി ഷേഡി കമ്പനികളുമായി ചേർന്ന് കരാറുകളിൽ ഒപ്പിട്ടു. പാലിക്കേണ്ട ഒരു മാനദണ്ഡങ്ങളും ആ കാലത്ത് പാലിച്ചില്ല. അതുകൊണ്ട് ഈ PPE കിറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കോവിഡ് കാലത്ത് നടന്ന എല്ലാ അഴിമതികളെ സംബന്ധിച്ചും സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യമുണ്ട്. കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ പല വിഷയങ്ങളിലും CNAG റിപ്പോർട്ടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്വേഷണം ആവശ്യപ്പെട്ട ചരിത്രമുണ്ട്. കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പല CAG റിപ്പോർട്ടുകളും ഉയർത്തിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും അവർ ഈ കാര്യങ്ങളെ സമരങ്ങളും അതുപോലെ നിയമ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒന്നും മറച്ചു വെക്കാനില്ല എന്നുള്ളതാണ് വാദമെങ്കിൽ, കോവിഡ് കാലത്തെ അഴിമതികളെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടണം. കേന്ദ്ര ഏജൻസികൾ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതാണ് അഭികാമ്യമായിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് സർക്കാർ ഒരു ഉത്തരവിറക്കണം. ബ്രൂവറിയുടെ കാര്യത്തിൽ കേവലമായൊരു അഴിമതി മാത്രമല്ല, ഒരു നയവ്യതിയാനം കൂടിയാണ് സംസ്ഥാന ഗവൺമെൻറ്, CPM ഗവൺമെൻറ്റിൻ്റെ ഒരു നയവ്യതിയാനം കൂടിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നായനാർ സർക്കാരിൻ്റെ കാലത്തെടുത്ത തത്വാധിഷ്ഠിതമായ നിലപാടെന്ന് പറഞ്ഞുകൊണ്ട്, ഇടതുപക്ഷത്തിന് പ്രത്യേക നയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തിയ പ്രചാരണത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ബ്രൂവറിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. വലിയ കൊള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മന്ത്രി രാജേഷും സർക്കാരും ഈ കാര്യത്തിൽ ദുരൂഹമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുള്ളത്. പാലക്കാടിനെ സംബന്ധിച്ച് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം അതിരൂക്ഷമാണ്. മാത്രമല്ല, ഒരു നവംബർ ഡിസംബർ കഴിയുമ്പോൾ തന്നെ വലിയ തോതിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പ്രദേശത്താണ് ഇത്രയും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഊറ്റുന്ന ഒരു പദ്ധതിക്ക് അവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. കോൺഗ്രസിനും ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു
ശരിയായ നിലപാട് സ്വീകരിച്ചു എന്ന് പറയാൻ കഴിയില്ല. കാരണം കോൺഗ്രസിൻ്റെ തദ്ദേശ ഭരണ സ്ഥാപനം ഭരിക്കുന്ന കോൺഗ്രസ്സാണ്. അവിടെ അനുമതി കൊടുക്കുമ്പോൾ കോൺഗ്രസിന് അറിയാമായിരുന്നു. ഇതിന് സ്ഥലത്തിന് ഇടനില നിന്നത് കോൺഗ്രസിൻ്റെ ഉന്നതനായിട്ടുള്ള നേതാവാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള പേപ്പറുകളിലെല്ലാം ഒപ്പുവെച്ചിരിക്കുന്നത്. എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു അഴിമതിയാണ് ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചുള്ള ദുരൂഹത വലിയ തോതിൽ ചർച്ചാ വിഷയമാക്കിയവരാണ് ഇവർ. മാധ്യമങ്ങളിലും അത് നേരത്തെ വന്നതാണ്, ദില്ലി മദ്യനയ കേസിലെ പ്രശ്നങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. അതുകൊണ്ട് UDF-നും ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായ ഒരു സമീപനം സ്വീകരിക്കാൻ സാധിക്കില്ല. നയപരമായ വ്യതിയാനമാണ് CPM-ന് ഇക്കാര്യത്തിൽ. അത് വിശദീകരിക്കേണ്ട സമയത്ത് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. പാർട്ടി ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നയവ്യതിയാനത്തെ സംബന്ധിച്ച് അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിലും ശരിയായ നിലപാട് BJP മാത്രമാണ് സ്വീകരിച്ചവിടെ സമരങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം സർക്കാരിൻ്റെ ഈ അഴിമതിക്കെതിരായി, പിണറായി വിജയൻ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായി ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഞങ്ങളുടെ പുനഃസംഘടനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ മണ്ഡലം ജില്ലാ ഘടകങ്ങൾ ഈ വിഷയങ്ങളിലെല്ലാം വളരെ ശക്തമായിട്ടുള്ള പ്രചാരണവും പ്രക്ഷോഭങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സർക്കാരിൻ്റെ നയം മാറ്റം പാർട്ടിയാണല്ലോ ഭരിക്കുന്നത്. അവർ പറഞ്ഞ പല കാര്യങ്ങളിലും പുറകോട്ട് പോവുകയാണ്. വലിയ വ്യവസായങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഡിസ്റ്റിലറികൾ കേരളത്തിൽ എത്രയുണ്ട്? അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്? അദ്ദേഹത്തിന് അവിടെ വിശദീകരണം ചോദിച്ചു. മോദിയുടെ നയമാണോ എന്നൊക്കെ ഉള്ളത് പറയാൻ അദ്ദേഹത്തെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ പാർട്ടി സമരത്തിലാണ്. അല്ല, അതൊക്കെ മാധ്യമങ്ങളിലുള്ള പ്രചാരണത്തിന് ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല. ജില്ലാ പ്രസിഡന്റുമാരെയും സംസ്ഥാന പ്രസിഡന്റുമാരെയും ഒക്കെ കേന്ദ്രം അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സമയമാകുമ്പോൾ പ്രഖ്യാപിക്കും. ജില്ലാ പ്രസിഡന്റുമാരുടെ കാര്യം ഞാൻ പറയാം. 26-ാം തീയതി ജില്ലാ പ്രസിഡന്റുമാരുടെ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കും അതാത് ജില്ലകളിൽ റിട്ടേണിംഗ് ഓഫീസർമാർ. 27-ാം തീയതി ജില്ലാ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കും. അതാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ള ഷെഡ്യൂൾ. ബാക്കിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സമയമാകുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും. നിങ്ങളിനി അടുത്ത 5 കൊല്ലം ആരെ പിടിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ ഈ ചോദ്യം ചോദിക്കുന്നത്. കഴിഞ്ഞ 5 കൊല്ലം അടുത്ത 5 വർഷം ആരുടെ പിന്നാലെ ഓടണം എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ ഇപ്പോൾ ഈ സലാം ഈ ചോദ്യം ചോദിച്ചത്. അല്ല, അതാ ചോദിക്കുന്നത് ഞാൻ. നിങ്ങളെ ഉദ്ദേശം എന്താണ് ഈ ചോദ്യത്തിൻ്റെ എന്നാണ്. ഇനി 5 കൊല്ലം എൻ്റെ പിന്നാലെ തന്നെ ഓടണോ അതല്ല വേറെ ആരുടെയെങ്കിലും പിന്നാലെ ഓടണമെന്ന് വിചാരിച്ചിട്ടല്ലേ? അതെന്തായാലും ഒരു 2 ആഴ്ചക്കുള്ളിൽ അറിയും. എൻ്റെ കാലാവധി ഒരു 100 കൊല്ലം വരെ ഉണ്ടാവും സ്ഥലം. കാലാവധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ കാലാവധിയാണോ? പാർട്ടിയുടെ അല്ല, അതൊക്കെ സമയമാകുമ്പോൾ അറിയിക്കുന്നു. എന്തിനാണ് നിങ്ങൾ ഇത്ര? ഞാൻ ഇപ്പോൾ ജില്ലയുടെ കാര്യം പറഞ്ഞില്ല. അതുപോലെ തന്നെ നിങ്ങളെ മുമ്പിൽ വന്നിരുന്ന് സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഷെഡ്യൂളും അതിൻ്റെ നാമനിർദ്ദേശ പത്രികയുടെ ഡേറ്റൊക്കെ ഞാൻ അറിയിക്കും. അല്ല, അവ്യക്തത ഇല്ലെന്ന് ഞങ്ങൾക്കാർക്കും ഒരു അവ്യക്തതയില്ല. നിങ്ങൾക്കാണ് അവ്യക്തത, ഞങ്ങൾക്ക് ഒരു അവ്യക്തതയില്ല. വേറെ ജില്ലാ അധ്യക്ഷന്മാരുടെ സമവായ പ്രക്രിയ നേരത്തെ നടന്നു. അതിനുശേഷം പാർട്ടിയുടെ കോർ ഗ്രൂപ്പ് യോഗം ഒബ്സർവറുടെ നേതൃത്വത്തിൽ വിശദമായിട്ട് ചർച്ച ചെയ്തു. ഒബ്സർവർ ആ പട്ടികയുമായിട്ട് ദില്ലിയിലേക്ക് പോയിട്ടുണ്ട്. ഇന്നോ നാളെയായിട്ട് നമുക്ക് പരിഗണിക്കുന്ന പേരുകളെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് ലഭിക്കും. വനിതകളുടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയൊക്കെ നല്ല പ്രാതിനിധ്യം ഉണ്ടാവും. CPM-ന് ഏതെങ്കിലും വനിതാ ജില്ലാ സെക്രട്ടറി ഉണ്ടോ? അല്ല, ആരാ? അത് നിങ്ങൾ അന്വേഷിക്കില്ലല്ലോ. ഉണ്ടാ? അല്ലല്ലേ, കേരളം ഭരിക്കുന്ന CPM അല്ലേ? ഒരു ജില്ലാ സെക്രട്ടറിയെ വനിതയാക്കോ? അല്ല, BJP വെക്കുന്നത് ഞാൻ പറഞ്ഞു വെക്കുന്നല്ല. BJPക്ക് നല്ല പ്രാതിനിധ്യം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ആരും CPM ജില്ലാ സമ്മേളനങ്ങൾ കഴിഞ്ഞു, മിക്കവാറും ജില്ലാ സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ചു. ഞാൻ തിരികെ എത്തിച്ച് നോക്കിയിട്ട് എവിടെയും കണ്ടിട്ടില്ല. ഏതോ ഒരു ഇടുക്കിയിലൊരു ഏരിയ സെക്രട്ടറിയുടെ പോയി, അതും മണിയുടെ മോള്. എന്തൊരു പാർട്ടിയാണ്! അതെ, 2 എണ്ണല്ലേ ഉള്ളൂ. ഞങ്ങൾ 32 മഹിളാ മണ്ഡലം പ്രസിഡന്റുമാർ വന്നു. അറിയോ നിങ്ങൾക്ക്? 32, അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും. 32 മഹിളാ മണ്ഡലം അധ്യക്ഷന്മാർ വന്നു.
CPM-ന് 2 ഏരിയ സെക്രട്ടറിമാർ, ജില്ലാ സെക്രട്ടറി 0. അല്ല, അത് തീരുമാനിക്കേണ്ടത് അത് തീരുമാനിക്കും. ഇല്ലപ്പാ, ഇപ്പം നീണ്ടുപോയോ എന്തെങ്കിലും? അല്ല, ഇതുവരെ പോയ മണ്ഡലം പ്രസിഡന്റുമാരെ നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ ഇതൊക്കെ നീണ്ടു. ഞങ്ങളൊക്കെ കറക്റ്റ് ടൈമിലാണ് നടക്കുന്നത്. എന്തിന് കോൺഫിഡൻസ് കുറവ്? ഇതിൻ്റെ അധികാരം തലക്ക് മത്ത് പിടിച്ച് നടക്കുന്ന ആൾക്കാരാണോ BJP-യിലുള്ളത്? അതുകൊണ്ട് ആ കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്കൊരാശങ്കയും വേണ്ട. കൃത്യമായ സമയത്ത് അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. ഒരു അധ്യക്ഷ സ്ഥാനത്തേക്കും തെരഞ്ഞെടുപ്പുകളില്ല. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുമില്ല, ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്കുമില്ല. അതെല്ലാം ഒരു സമവായത്തിൻ്റെ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന. ഉണ്ടോ സ്ഥലം? അല്ലെ, എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ പറയുന്നല്ലോ. എന്തിന്? ഞാൻ അറിഞ്ഞില്ല. ഏതൊക്കെ ഘടകകക്ഷികളാ? അതെങ്ങനെ BDJS? അല്ല, അത് ആരൊക്കെയാണെന്ന് പറയൂ. അല്ല, അവരാരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പാർട്ടി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അവരുടെ ആവശ്യങ്ങളോ ഈ യോഗം ചേർന്നതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പത്രവാർത്ത കണ്ടിട്ട് നമുക്കിപ്പോൾ കാര്യങ്ങൾ 2 ആഴ്ച മുമ്പല്ലേ നടന്നത് NDAയുടെ യോഗം? 3 ആഴ്ച മുമ്പ്. ആ, വെരി ഗുഡ്, നല്ല കാര്യം. അങ്ങനെയാണോ പറയുന്നത്? അറിയില്ല, ദേശീയ നേതൃത്വത്തെ അവർ സമീപിക്കട്ടെ, കുഴപ്പമില്ല. ആ, വെരി ഗുഡ്, നല്ല കാര്യം. അല്ല, അതാദ്യം ഈ ആരിഫ് മുഹമ്മദ് ഖാൻജി വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? നിങ്ങൾക്ക് ഇത്ര വേഗം മറന്നത്? ഈ ക്യാമറയിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചില്ലേ ഫയലുകൾ പഴയത്? ആദ്യകാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാനെ ചായ കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രി അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ അതിൻ്റെ ഉള്ളിലൂടെ എന്തോ കാണുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ആദ്യകാലത്ത് ആരിഫ് മുഹമ്മദ് ഖാൻജി വന്ന കാലത്ത് ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഗവർണർമാരാരും ഇതിനെയൊന്നും വ്യക്തിനിഷ്ഠമായിട്ട് കാണുന്നവരല്ല. അവരവരുടെ ഭരണഘടനാ സംരക്ഷണത്തിൻ്റെ പ്രശ്നത്തിൽ വരുമ്പോഴാണ് നിലപാടെടുക്കുന്നത്. ചായ കുടിച്ചുകൊണ്ട് വൈസ് ചാൻസലർമാരെ തിരികെ കയറ്റാമെന്നൊന്നും ആരും വിചാരിക്കുന്നില്ലല്ലോ. അതിൻ്റെതായ മാർഗങ്ങളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്.